താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. പൂക്കോട്ടൂർ യുദ്ധം, നിവർത്തന പ്രക്ഷോഭം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിപ്പായി ലഹള. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കുലാക്കുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ബാസ്റ്റൽ ജയിലിന്റെ പതനം. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം? ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ ആയ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് കഡസ്ട്രൽ ഭൂപടം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം? നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം? നൈട്രജൻ. പാഞ്ചിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആൾ? ആൽഫ്രഡ് വെഗ്നർ. ഉത്തരായന രേഖ 23.5 നോർത്ത് കടന്നുപോകാത്ത രാജ്യം? ന്യൂസിലാൻഡ്. മെക്സിക്കോ, ഇന്ത്യ, മാലി എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം? ഏപ്രിൽ മെയ് വരെ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ ഏതിന്റെ ഉൽപാദനത്തിലാണ്? വജ്രം. സർബതി സൊണോറ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. പുകയില ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല? കാസർഗോഡ്. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാ അംഗം മുകുന്ദ് രാംറാവു ജയകർ. ചേരുംപടി ചേർക്കുക. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം? 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡ് രൂപീകരണം? 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം? 1987 മെയ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 2, 4 എന്നിവ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതി ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ് എന്നത് ആ സമയത്തെ കറക്റ്റ് ഉത്തരമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള രാഷ്ട്രപതിയും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. 300A. ഭരണഘടനാ ഭേദഗതി 368. അവശിഷ്ടാധികാരം 428. ഏകീകൃത സിവിൽ കോഡ് 44. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ? വിവാഹമോചനം, വനം, കുടുംബാസൂത്രണം. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി.കെ. തുങ്കൻ കമ്മിറ്റി. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, പി.വി. നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അന്തരിച്ചത് 2019 നവംബർ 10. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത്? ഓപ്ഷൻ ബി സി അച്യുതമേനോൻ. ടി.എം. ജേക്കബ്, നാലകത്ത് സൂപ്പി, ശിവൻകുട്ടി, പി.ജെ. ജോസഫ് എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ടുണ്ട്. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി മാംഗല്യം പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്? ഓപ്ഷൻ സി ആണ്. 1978 കേരള ചുമട്ടുതൊഴിലാളി നിയമം നിലവിൽ വന്നു. കേരള ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നിയമിതമായത് 1957 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? G20 ഉച്ചകോടി. മനുഷ്യഹൃദയത്തിലെ ഏതു അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഇടത് വെട്രിക്കിൾ.
ജീവകം B6ന്റെ രാസനാമം പിരിഡോക്സിൻ. പ്രമേഹത്തിന്റെ ഏതു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ടൈപ്പ് 2. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം റിംഗ് വേം. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം 2016. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വൺ ഹെൽത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം 0. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് 39.2. മരീചിക ഏത് പ്രതിഭാസം മൂലം ഉണ്ടാകുന്നതാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. റാണി രാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഗേ-ലുസാക്ക് നിയമം. 3d10 1s4s1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള ഒരു മൂലകം ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. മനുഷ്യ ഉമിനീരിന്റെ pH 6.4. 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ കരോളിൻ ആർ ബെർട്ടോസി. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825 ഓഗസ്റ്റ് 15. നീലംപേരൂർ പടയണി ആഘോഷിക്കുന്ന ജില്ല ആലപ്പുഴ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് P ജയചന്ദ്രൻ. ശരിയായ പദനിര: സമ്രാട്ട്, തത്വം, കഥനം. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരി. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം വിശ്രമിക്കുന്നതിന് മുൻപ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ജിഗീഷു. ശരിയായ പര്യായ പദം തിരഞ്ഞെടുക്കുക. ഗഗനം, നഭസ്, വ്യോമം. ന്യൂനം എന്ന പദത്തിന്റെ വിപരീതം ആധിക്യം. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലികൾ. കൊടുമ്പിരി കൊള്ളുക. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചന പ്രത്യയം അധ്യാപകർ. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഉത് പ്ലസ് നമ്രം. സമുച്ചാർത്ഥത്തിൽ തുല്യമായ ഘടകങ്ങളാക്കാൻ കഴിയുന്ന പദം രൂപഭാവങ്ങൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി 24 മണിക്കൂർ. സാക്ഷികളുമായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായിട്ട് കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലോ ഉള്ള താൽപര്യത്തിന് എതിരാകുമ്പോൾ, പ്രസ്താവന ബന്ധുത്വത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചതായാൽ, പ്രസ്താവനകൾ വാദതടസ്സമാകുമ്പോൾ. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറന്റ് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നത്. പോലീസ് തടങ്കലിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള അധികാരത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതിൽ തദ്ദേശ പ്രദേശങ്ങളിൽ ആധികാരികതയുള്ള ഒരു കോടതിക്കും വിചാരണ ചെയ്യാം. ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റത്തിന്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചുവെച്ച സ്ഥലത്തെ കോടതിയിൽ നടത്താവുന്നതാണ്. താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാൻ, സ്ത്രീകൾക്ക് സ്വകാര്യതയോട് പരാതി കൊടുക്കാൻ, പരാതി നൽകിയതിന്റെ കൈപ്പറ്റ് രസീറ്റ് കിട്ടാൻ. വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ വധശിക്ഷ. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് സഹായകരമാകുന്നതിന് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഏതു നിയമത്തിലാണ് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 64 പോലീസ് ആക്ട്. ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം കവർച്ച.
പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി 18നും 60 വയസ്സിനും ഇടയിൽ. മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്ന ശിക്ഷാർഹമാക്കുന്നത് ഏത് നിയമത്തിലാണ്? ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പ് 66. അടുത്തടുത്ത വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന അറിവോടെ ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വകുപ്പ് 268. മയക്കുമരുന്നിന്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം. താഴെ പറയുന്നവയിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം സൈബർ ടെററിസം. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പാർലമെന്റിന്റെ സവിശേഷ അധികാരത്തിന് ലംഘനമുണ്ടാക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ പെടും. വിവരം ലഭ്യമാകുന്നതിൽ പൊതു താൽപര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നു ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടി വകുപ്പ് 11 വിവരാവകാശ നിയമത്തിൽ പറയുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണം തടയുന്നതിന് ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്നത് 2012. പുരുഷത്വമില്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റമാണ്? കഠിന ദേഹോപദ്രവം. വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം സംഭവിക്കുമ്പോഴാണ്? 7 വർഷം. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? ലൈംഗിക പീഡനം.